പാലക്കാട് നിന്ന് CPM കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് പി സരിനെ. കോൺഗ്രസിനൊപ്പം ഏറെക്കാലം ചെലവഴിച്ച് പിന്നാലെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് സരിൻ CPMിലെത്തിയത്. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അടപടലും തോറ്റെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിൻ സീറ്റ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷകൾ കൂടിയാണ് അസ്തമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കേണ്ട എന്ന നിർദ്ദേശം CPM സരിന് നൽകിയതായി ചില മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നതിനുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ സജീവമാണ്. വിവാദങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വിരളമാണ്. നിലവിൽ രമേശ് പിഷാരടിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സരിനോട് മാറി നിൽക്കാൻ CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് മാറ്റി പകരം വിജയസാധ്യതയുള്ള സീറ്റ് പരിഗണിക്കാനാണ് ആദ്യം CPM ഉദ്ദേശിച്ചത്. ഒറ്റപ്പാലത്തോ ഷൊർണൂറോ മത്സരിപ്പിക്കാനാണ് ആദ്യം ചർച്ചകൾ നടന്നത്. ഒറ്റപ്പാലത്ത് സരിനോട് പ്രവർത്തിക്കാൻ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായും വിവരമുണ്ട്. എന്നാൽ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്താതെ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണത്തിനും ഇല്ലെന്ന നിലപാടിലാണ് സരിൻ നിൽക്കുന്നത്. 2021 തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിന് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ടെന്നാണ് CPMന്റെ വിലയിരുത്തൽ. സരിനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA കെ പ്രേംകുമാറിന് മാറി നിൽക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ CPM ശ്രമിച്ചെങ്കിലും സിറ്റിംഗ് MLAമാരെ പിൻവലിക്കണ്ട എന്ന തീരുമാനം അവിടെ സരിനെ ചതിക്കുകയായിരുന്നു. അതേസമയം സരിൻ പാലക്കാട് താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പരിഗണിച്ചാകും CPM തീരുമാനമെടുക്കുക. മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസ് സജീവ ചർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ആഘാതം സൃഷ്ടിക്കാനാകാത്തതും സരിനെ പാലക്കാട് നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകമാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഈ അവസരങ്ങളിൽ അവിടെ മത്സരിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിക്കും. കാരണം ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാക്കിയ ഓളം ഇന്നും അവസാനിച്ചിട്ടില്ല. ഇതോടെ പാലക്കാട് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സരിനെ പൂർണ്ണമായും പാലക്കാട് നിന്ന് CPM മാറ്റി നിർത്തുന്നത്. നേരത്തെ കോൺഗ്രസിൽ നിന്നപ്പോൾ അതിശക്തമായി CPMനെയും പിണറായി വിജയനെയും വിമർശിച്ച നേതാവാണ് പി സരിൻ. പാലക്കാട് മത്സരിക്കാൻ CPM അവസരം നൽകിയതിന് പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരത്തെ വിമർശിച്ചതിലാണ് ആദ്യം ഖേദം പ്രകടിപ്പിച്ചത്. തൻ്റെ മുൻകാല നിഷേധാത്മക അഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിലെ തൻ്റെ പങ്കിൻ്റെ ഭാഗമാണെന്നും വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും അന്ന് സരിൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വ്യക്തമാക്കിയതാണ്. ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തെയും പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയെയും പ്രശംസിക്കാനും അന്ന് സരിൻ മറന്നിട്ടില്ല. സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ സരിൻ്റെ രാഷ്ട്രീയ യാത്ര ഡോക്ടറും സിവിൽ സർവീസിലുമായി തുടർന്നു. കോൺഗ്രസിനുള്ളിൽ വ്യക്തിപരമായി വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും താഴെ തട്ടിലുള്ള രാഷ്ട്രീയത്തോടും തൊഴിലാളി വർഗത്തോടും ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് CPMലെത്തിയതെന്നും സരിൻ പറയുന്നുണ്ട്. പിന്നാലെ CPM പാലക്കാട് അവസരം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും സരിൻ അവിടെ തകർന്നടിഞ്ഞു. വീണ്ടും പാലക്കാട് തന്നെ മത്സരിക്കുമെന്നും കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്നുമാണ് അന്ന് സരിൻ പറഞ്ഞത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലക്കാട് കോൺഗ്രസ് തരംഗം സൃഷ്ടിച്ചിരുന്നു. ഇതോടെയാണ് പാലക്കാട് നിന്ന് സരിനെ മാറ്റുവാൻ CPM തീരുമാനിച്ചത്. ഇതിൻ്റെ മീഡിയ വൺ ചാനലിൽ നടന്ന ഒരു ടോക്ക് ഷോയിൽ ചില പെൺകുട്ടികൾ സരിനെ വാരി അലക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വരുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ഇടയ്ക്കിടയ്ക്ക് അപ്പ അപ്പ എന്ന് വിളിച്ചിറങ്ങുന്നുണ്ടെന്ന് സരിൻ പറയുമ്പോൾ ചാണ്ടിയുമ്മൻ പിന്നെ ഉമ്മൻചാണ്ടിയെ അപ്പ എന്നല്ലാതെ എന്തു വിളിക്കുമെന്നാണ് പെൺകുട്ടികൾ തിരിച്ചു ചോദിക്കുന്നത്. ഇതിനോടകം വൈറലായ ആ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അപ്പ 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 എന്നുള്ള വിളി കുറച്ച് പിന്നെ അദ്ദേഹത്തിന്റെ അപ്പൻ അപ്പ എന്നല്ലാതെ അങ്ങനെയല്ല. ഇപ്പൊ എന്താ പറയാ, അപ്പനിട്ട കല്ലെന്ന് പറഞ്ഞിട്ട് വെറുതെ സ്മരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിനെ. മനസ്സിലാവുന്നുണ്ടോ? അത് കല്ലറയിലേക്ക് പോയിട്ടല്ലേ സരിൻ ഒരു ഇലക്ഷനിലേക്ക് നടന്ന് നീങ്ങിയത്. നിങ്ങൾ ഇതിൽ കൊണ്ട് നിർത്താൻ പോവാ, വെളുപ്പിച്ചെടുക്കാൻ പോകുന്നത്. ചിലരങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. ചാനലുകൾ ഫ്ലോറുകൾ വരെ വിട്ടുകൊടുക്കുന്ന രീതി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. സരിൻ ഇവിടെ വന്നിരുന്നല്ലോ, നിങ്ങൾ വെളുത്തോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്.